വരൂ കൂട്ടുകാരെ, ഞാൻ ഷീല സിമി റോണി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴയ കാലങ്ങളിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന പിടി, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പിടിയാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, നമുക്ക് പിടി ഉണ്ടാക്കാം. വരൂ കൂട്ടുകാരെ. നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കാം. പണ്ട് കാലത്ത് ഇത് ചെയ്യുമായിരുന്നു. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അതിലേക്ക് ഇടാനായിട്ട് തേങ്ങ, തിളപ്പിച്ചാറിയ വെള്ളം, ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം. നമുക്കത് തയ്യാറാക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. പോരാത്തത് പാകം നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതലിടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ എത്ര തേങ്ങ ഇടണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. എത്രത്തോളം തേങ്ങ കൂടുന്നോ അത്രയും അതിൻ്റെ ആ പാലൊക്കെ ഇട്ട് മിക്സ് ആകുമല്ലോ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. നല്ല തേച്ച് കൂട്ടിയെടുക്കാം. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തേച്ച് കൂട്ടി ഇങ്ങനെ എടുക്കുക. കണ്ടോ? എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ, നന്നായി തേങ്ങയും ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളവും കൂട്ടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയാണിത്. ഇതിനെ നമുക്ക് ഉണ്ടകളായിട്ട് പിരിച്ചിട്ട് ആവി കയറ്റാനായിട്ട് വെള്ളം ഒഴിച്ച് വച്ചിരിക്കുന്നതാണ്. കണ്ടോ,
ഈ വെള്ളത്തിൽ ഈ ആവി ചുടുന്ന ഈ അതെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അതിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ്. തിളക്കുമ്പോഴത്തേക്കും വെള്ളം ഈ പിടിമേലൊക്കെ മുട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അടിയിൽ നിന്ന് തിളച്ച വെള്ളം വീഴാതിരിക്കാനായിട്ട് അതിലേക്ക് ഈ ഒരു മൂടി പോലത്തെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളകളാക്കുകയോ പിടി ഷേപ്പാക്കുകയോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കാവുന്നതാണ്. ഉണ്ടയാക്കാം, പിടിയുടെ ഷേപ്പും ആക്കാം. കണ്ടോ? ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഉണ്ട പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഈ 3 വിരലുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. കണ്ടോ? ഇതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വിരലുണ്ടെന്ന് അമ്മങ്ങിയിരിക്കും. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് പിടിയുടെ ശരിക്കും ഷേപ്പ്. കണ്ടോ? ഇതുപോലെ അത് മൊത്തം ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പണ്ട് കാലത്തൊക്കെ നമുക്ക് എപ്പോഴും ഇതുണ്ടാക്കും. നമ്മൾ വൈകിട്ട് കുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതാണ് റെഡിയാക്കി മിക്ക ദിവസങ്ങളിലൊക്കെ തരുന്നത്. അടയുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട്. കണ്ടോ? ഈ ഷേപ്പിലാക്കി ഇങ്ങനെ വെക്കാം. അധികം വലുതാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഉള്ളു വേവാൻ താമസിക്കും. അതിനെ നമ്മളിങ്ങനെ ഒന്ന് ചളക്കി കൊടുക്കുന്നത്. ഉണ്ടയാവുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് വേവാൻ താമസിക്കും. ഉണ്ടോ? കണ്ടോ? ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ആവി കയറ്റി വേവിക്കാം. കണ്ടോ? ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് ആവിയിൽ വേവിക്കാം. ആ തീയിൽ അങ്ങനെ ഇരുന്ന് വേവട്ടെ. ഓക്കെ. കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിനെ ഇറക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാൻ.